ഉഴുന്ന്, മുളക്, കരുവേപ്പില, കുരുമുളക്, കായം. എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ലേ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണത് എന്നുള്ള കാര്യം. എങ്കിലും ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് കമന്റ് ചെയ്യണം. കാരണം ഇതെന്താന്ന് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഉഴുന്നുപൊടി അല്ലെങ്കിൽ ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി, ഇതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിപ്പോ ഉഴുന്നുപൊടി ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ. രാവിലെ വിനുവിന് ഞാൻ ഇഡ്ഡലി കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പൊ അവൻ കുറെ ദിവസം അപ്പൊ എന്നോട് പറഞ്ഞു, എപ്പോ എന്താ അമ്മേ ഇതിന് കൂട്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ സാമ്പാറുണ്ട് അല്ലെങ്കിൽ ചട്നി ഏതെങ്കിലും ഒന്നും ഉണ്ടാവും എപ്പോഴും കേട്ടോ. അപ്പൊ അവൻ പറഞ്ഞു എപ്പോഴും അമ്മയ്ക്ക് സാമ്പാറും ചട്നി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറികള്, വേറെ ഒന്നുമില്ല. അമ്മമ്മേന്റെ അടുത്തുനിന്നാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ അമ്മമ്മേന്റെ അടുത്ത് എന്താ പ്രത്യേകമായിട്ടുള്ള, പിന്നെ അല്ലാണ്ട് എന്താ അമ്മമ്മേന്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതിയായിരുന്നു തോന്നുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി സംഗതി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉഴുന്നുപൊടിയാണെന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് എന്തായാലും അവന് വൈകുന്നേരം വരുമ്പോ ദോശ ഉണ്ടാക്കി കൊടുക്കാം, സർപ്രൈസ് ആയിട്ട് അവന്റെ ഉഴുന്നുപൊടിയും കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഉഴുന്നുപൊടി ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണോ ഞാൻ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കണേ, എന്നിട്ട് പറയണേ അഭിപ്രായം. അപ്പൊ ഇതെല്ലാം ഏകദേശം നല്ലോണം വറണ്ട് വന്നു കേട്ടോ. ഞാൻ എനിക്ക് ഒരല്പം ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ഇത്തിരി കായപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ടേ. ഇനിയിട്ട് ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം തണുത്ത ശേഷം നമുക്ക് ഉപ്പും ചേർത്ത് പൊടിച്ചെടുക്കാം. അപ്പൊ സിമ്പിളായിട്ട് എന്തായി നമ്മുടെ ഉഴുന്നുപൊടി ഇവിടെ റെഡിയാവും. ഈ ഉഴുന്നേ വറുത്ത് വെച്ച ഉഴുന്നൊക്കെ നല്ലോണം ചൂടാറിയിട്ടോ. ഇനി ഞാനിത് ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഒരല്പം ഉപ്പും ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഉഴുന്നുപൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം. കണ്ടില്ലേ, ഒന്ന് ഞാൻ ഇത്തിരി ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഉണ്ട് എന്ന് അറിയണല്ലോ, ഉപ്പും എരിവും ഒക്കെ ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഉപ്പ് പാവാണ്. കുരുമുളകിന്റെയും എല്ലാം എരിവുണ്ട് കേട്ടോ, പക്ഷെ കുരുമുളകിന്റെയും ടേസ്റ്റ് വരുന്നുണ്ട്, നല്ല എരിവുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചാലിച്ച് കഴിക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും. അപ്പം എൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.